ഹേ എവ്രി വൺ, സോ വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2025 നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഹാബിറ്റ്, ഇൻ ഫ്യൂച്ചർ നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ലാത്തൊരു കാര്യം, ദാറ്റ് ഈസ് ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഞാൻ ശ്രമിക്കുന്നത് ഇൻവെസ്റ്റിങ്ങിൽ മലയാളത്തിലുള്ള ഒരു ബെസ്റ്റ് ബിഗിനേഴ്സ് ഗൈഡാണ് ഞാൻ ഈ ഒരു വീഡിയോ ത്രൂ ഷെയർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഐ ആം സോ എക്സൈറ്റഡ്. 2025 സ്റ്റാർട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരാഴ്ച സ്റ്റാർട്ട് ചെയ്യാണ്, ഒരു മാസം സ്റ്റാർട്ട് ചെയ്യാണ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് റെസൊല്യൂഷൻസ് ഒക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടി നമുക്ക് തോന്നൂലേ? അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് റെസൊല്യൂഷനാണ് ദാറ്റ് ഈസ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത്. ആൻഡ് അത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരൊറ്റ വീഡിയോ മതിയാവും. ബിക്കോസ് ഈ വീഡിയോയിൽ ഞാൻ ഓവറോൾ എല്ലാ കാര്യങ്ങളും ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ലിറ്ററലി ഐ എം സൂപ്പർ എക്സൈറ്റഡ് ബിക്കോസ് ഞാൻ അത്രയും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കിടിലൻ വാല്യൂ ഈ വീഡിയോ ത്രൂ ഷെയർ ചെയ്യാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ വീഡിയോനെ ഞാൻ ടോട്ടൽ 5 പാർട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് നമ്പർ 1, ബേസിക്സ്. എന്തുകൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം, എന്തിനാണ് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്, ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താണ് എന്ന് നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റർ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ദെൻ നമ്പർ 2, കോമൺ ആയിട്ടുള്ള ഒരു ഡ്രോബാക്സ്, അല്ലെങ്കിൽ ആളുകൾ പറയുന്നൊരു ഡ്രോബാക്സ്, ആളുകളുടെ പേടി അല്ലെങ്കിൽ കോമൺ ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് നമ്പർ 3, ഹൗ ടു ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ഇൻവെസ്റ്റിംഗ്. നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ എവിടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ബട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഓപ്പർച്യൂണിറ്റി ഏതാണ് എന്നുള്ള കാര്യം നമ്മൾ അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് നമ്പർ 4, ഇതൊരു അടിപൊളി ചാപ്റ്ററാണ്. നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു 1-2 കീവേഡ്സ് ആണ്, ബട്ട് ഇറ്റ്സ് ഗോണ ബ്ലോ യുവർ മൈൻഡ്. നിങ്ങൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് കുറച്ച് മെട്രിക്സ്, ഇൻവെസ്റ്റ്മെൻറ്റിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, എത്രത്തോളം പവർ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കാണിച്ചു തരും. ആൻഡ് നമ്പർ 5, നാളെ നിങ്ങൾ എന്ത് സ്റ്റെപ്പ് എടുക്കണം, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, നെക്സ്റ്റ് വീക്കിലേക്കുള്ള സ്റ്റെപ്പ് എന്താ, നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ടില്ലേ. സോ ദിസ് ഇസ് ഗോണ ബി ദ ബെസ്റ്റ് ഗൈഡ്, ദ ഓൺലി വീഡിയോ ഓൺ ഇൻവെസ്റ്റിംഗ്. നിങ്ങൾ 2025 അല്ലെങ്കിൽ എപ്പോഴാണെന്നുണ്ടെങ്കിലും നിങ്ങളിത് വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് കാലെടുത്ത് വെക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ബെസ്റ്റ് ബിഗിനർ ഗൈഡ്. ഫസ്റ്റ് തിങ്, ബേസിക്സ്. എന്തുകൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം, എന്തിനാണ് ആളുകൾ ഇൻവെസ്റ്റിംഗ് ഒരു നെസസറി ആണ് എന്ന് പറയണത്? ഇതിന് 2 മേജർ ആസ്പെക്ട്സ് ആണുള്ളത്. ദാറ്റ് ഈസ് ടു ബീറ്റ് ഇൻഫ്ലേഷൻ ആൻഡ് ടു ഗ്രോ യുവർ മണി. ഇൻഫ്ലേഷൻ എന്നുള്ള കാര്യത്തിനെ ബീറ്റ് ചെയ്യണം, നിങ്ങളുടെ പൈസയെ ഗ്രോ ചെയ്യണം. അപ്പോൾ ഒരു സംശയമാണ്, എന്താ ഈ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഈസിയസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയാം. ദാറ്റ് ഈസ് ഈ ഒരു റുബിക്സ് ക്യൂബ് നിങ്ങളൊരു 4 വർഷം മുമ്പ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഇതിനൊരു 40-50 റുപ്പീസ് ആയിരിക്കും. ഇന്ന് ഇത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 100 രൂപ കൊടുക്കണം. സോ സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ 40 രൂപ നിങ്ങളൊരു 4 വർഷം മുമ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. സോ 40 രൂപ നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ദെൻ നിങ്ങൾ 5 വർഷം കഴിഞ്ഞൊരു റുബിക്സ് ക്യൂബ് വാങ്ങിക്കാനാണ് വിചാരിക്കുന്നത്. പക്ഷേ ഒരു 5 വർഷം ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് ഈ റുബിക്സ് ക്യൂബിന് 100 രൂപയായി. അപ്പോൾ നിങ്ങൾക്ക് ഈ 40 രൂപയുടെ പർച്ചേസിങ് പവർ, നിങ്ങളുടെ അടുത്തുള്ള 40 രൂപ കൊണ്ട് നിങ്ങൾക്ക് അന്ന് റുബിക്സ് ക്യൂബ് വാങ്ങിക്കാൻ പറ്റുമായിരുന്നു, പക്ഷേ ഇന്നൊരു റുബിക്സ് ക്യൂബ് വാങ്ങിക്കാൻ വേണ്ടി പറ്റുമോ? സാധനങ്ങളുടെ വില കൂടുകയാണ്, നമ്മളുടെ പൈസയുടെ പർച്ചേസിങ് പവർ കുറയാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ അടുത്ത് 1 ലക്ഷം രൂപ ഇന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും, ഒരു ഫോണ്, ഒരു വാച്ച് ഒക്കെ വാങ്ങിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. പക്ഷേ ഒരു 5 വർഷം നിങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സെയിം പൈസ കൊണ്ട് ഈ സെയിം രീതിയിലുള്ള ലേറ്റസ്റ്റ് സാധനങ്ങൾ നിങ്ങൾക്ക് മേ ബി വാങ്ങിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല, അതിനേക്കാൾ കൂടുതൽ പൈസ വേണ്ടി വരും. ഇന്ത്യ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അറൗണ്ട് 6% ആണ് ഇൻഫ്ലേഷൻ റേറ്റ്. അതായത് നിങ്ങൾ ഇന്ന് 100 രൂപ കൊണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാധനം ഓൺ ആൻ ആവറേജ് അടുത്ത വർഷം ആവുന്ന സമയത്ത് 106 രൂപയാവും. അപ്പം നിങ്ങളുടെ അടുത്തുള്ള ആ ഒരു 100 രൂപൻ്റെ പർച്ചേസിങ് പവർ ഇന്നുള്ള അത്ര അടുത്ത വർഷം ഉണ്ടായിരിക്കില്ല. ദിസ് ഇസ് ദ ഈസിയസ്റ്റ് എക്സാമ്പിൾ. സോ ഞാൻ പറഞ്ഞു വന്നത്, ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള പൈസ നമ്മൾ സേവ് ചെയ്ത് എടുത്തു വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ മുമ്പോട്ടേക്ക് പോകുന്ന സമയത്ത് ആക്ച്വലി ഈ ഒരു പൈസയുടെ പർച്ചേസിങ് പവർ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ബിക്കോസ് ഇൻഫ്ലേഷൻ എന്നുള്ളൊരു സംഭവമുണ്ട്. സോ നമ്മൾ ഈ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യണം. ഇന്ന് നമ്മളുടെ കയ്യിലുള്ള 100 രൂപേനെ അടുത്ത വർഷം 106 രൂപയെങ്കിലും മിനിമം നമ്മൾ ആക്കിയാൽ മാത്രമേ നമുക്ക് ആ സെയിം പർച്ചേസിങ് പവർ എങ്കിലും കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു മോട്ടീവ്, ദാറ്റ് ഈസ് ടു ബീറ്റ് ഇൻഫ്ലേഷൻ. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ, ടു ഗ്രോ യുവർ
മണി. ഈ റിച്ച് ആയിട്ടുള്ള ആളുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ബിക്കോസ് അവർ മന്ത്ലി ഒരു കൺസിസ്റ്റൻ്റ് എമൗണ്ട് ഏൺ ചെയ്തു എന്നുള്ളത്. ഇറ്റ്സ് ബിക്കോസ് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അവർ പോലും അറിയാതെ അവരുടെ കയ്യിലുള്ള പൈസനെ കോമ്പൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ വലുതാക്കി എടുത്തിട്ടുണ്ട് എന്നുള്ളത്. സോ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. സോ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ബേസിക്, നിങ്ങൾ എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം? ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു നിർബന്ധിതമാകുന്നത് മേജർലി ഒരു ഇൻഫ്ലേഷൻ എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ്. അഫ്കോഴ്സ് നമ്മളുടെ കയ്യിലുള്ള പൈസ നമ്മൾ സേവ് ചെയ്തെടുത്ത് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇൻ ഫ്യൂച്ചർ ഈ ഒരു പൈസയുടെ പർച്ചേസിങ് പവർ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ദ ബേസ് ഐഡിയ ഈസ് നിങ്ങളുടെ പൈസനെ ഗ്രോ ചെയ്യുക, ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുക. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു അവർ സെക്കൻഡ് ചാപ്റ്റർ, കോമൺ ഡ്രോബാക്സ്, ക്വസ്റ്റ്യൻസ് ആൻഡ് ഫിയേഴ്സ്. ഒന്ന് പലരും മനസ്സിലാക്കാത്തൊരു സംഭവമാണ്, ദാറ്റ് ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റിംഗ്. ട്രേഡിംഗ് എന്നുള്ളത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ഒരു ഡേ ജോബായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ആയിട്ടാണ്. നിങ്ങൾ ഫുൾ ടൈം എഫേർട്ട് ഇട്ട് നിങ്ങളുടെ ബ്രെയിൻ കൊടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നൊരു കാര്യമായിരിക്കാം ട്രേഡിംഗ് എന്നുള്ളത്. ദാറ്റ് ഇസ് പ്രൊഫഷണലി പഠിച്ചെടുത്ത് നിങ്ങൾ ഇപ്പോൾ മാർക്കറ്റിംഗ് ചെയ്യുന്നു, നിങ്ങൾ സെയിൽസ് ചെയ്യുന്നു, നിങ്ങൾ അക്കൗണ്ട്സ് ചെയ്യുന്നു, ഇങ്ങനെ നിങ്ങൾ പഠിച്ചെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റിംഗ് ഇസ് എ നിർബന്ധിത സംഭവം, നെസസിറ്റി. എല്ലാ ആളുകളും ഫിനാൻഷ്യൽ ലിറ്ററസിയിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇൻവെസ്റ്റിംഗ് എന്നുള്ളത്. അതൊരു നിർബന്ധമാണ്. സോ ട്രേഡിംഗ് ഇസ് എ ചോയ്സ്, ഇൻവെസ്റ്റിംഗ് ഇസ് എ നെസസിറ്റി. ഇതിനെ രണ്ടായിട്ടാണ് കാണേണ്ടത്. രണ്ടാമതായിട്ടുള്ളത്, എൻ്റെ സാലറി ഒന്നും കൂടെ ഇമ്പ്രൂവ് ആവട്ടെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ഒക്കെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം, എനിക്കിപ്പോൾ അത്ര പൈസ കിട്ടുന്നില്ല, കിട്ടിയതൊക്കെ എനിക്ക് ചിലവിന് മാത്രമേ തികയുള്ളൂ എന്നുള്ളത്. ഇത് ഒരിക്കലൊരു ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. വാട്ട് എവർ യു ഗെറ്റ്, നിങ്ങൾക്ക് എത്ര പൈസയാണോ കിട്ടുന്നത് അതിൻ്റെ 20 to 25% നിങ്ങളെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റി വെക്കാനായിട്ട് റെഡി ആവുക. ദാറ്റ് ഈസ് ഫോർ യുവർ ഫ്യൂച്ചർ. നിങ്ങൾ ഒരിക്കലും ആ പൈസ കൊണ്ടുപോയി കളയല്ല, നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു ഹാബിറ്റ്, ഒരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മാറ്റി വെക്കുകയാണെന്നുള്ളതാണ്. സേ ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു 20,000 രൂപ സാലറി ഉണ്ട്, യു മസ്റ്റ് ബി ഏബിൾ ടു ഇൻവെസ്റ്റ് അറ്റ്ലീസ്റ്റ് 4,000 to 5,000 റുപ്പീസ് എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഞാൻ ഇന്ന് പൈസ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നാളെ അതിന്ന് റിട്ടേൺസ് കിട്ടണം, അല്ലെങ്കിൽ ഞാൻ ഇട്ട പൈസ ഒന്നും ഒരിക്കലും അത് കുറയാൻ പാടില്ല. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം, ഒരു ലോങ് ടേം ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ചാർട്ടുകൾ, അല്ലെങ്കിൽ ഏറ്റവും ആളുകളുടെ കൺസേൺ ആണ് ഇത് താഴേക്കും മുകളിലേക്കും പോകുന്നത്, അതൊരു മാറ്ററേ അല്ല ഇഫ് ദേ ആർ ലുക്കിംഗ് ടു ദിസ് ലോങ് ടേം ഗെയിം. ആൻഡ് ഇന്ന് പൈസ കിട്ടുക, നാളെ പൈസ കിട്ടുക എന്നുള്ളതൊന്നുമല്ല. ദ മേജർ ഫോക്കസ് ഈസ് ഓൺ ടു ലോങ് ടേം വെൽത്ത്, നിങ്ങളെ ഫിനാൻഷ്യലി സെക്യൂർ ആക്കുക എന്നുള്ളതൊക്കെയാണ്. ആൻഡ് അനദർ തിങ്, ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ്, കുറേ പൈസ ഏൺ ചെയ്യുന്നവരാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇൻവെസ്റ്റിംഗ് ഈസ് ഫോർ എവ്രി വൺ. അത് നമ്മൾ ചെയ്യാത്തത്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കൾച്ചർ ഇല്ലാത്തത് നമ്മുടെ പ്രശ്നമാണ്. ബട്ട് നമ്മൾ അതിൽ നിന്നൊരു മാറി നിൽക്കണമെങ്കിൽ, നമുക്ക് നല്ലൊരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫിനാൻഷ്യലി നമുക്ക് അടിപൊളിയായിട്ടുള്ള ആളായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഇൻവെസ്റ്റ്. അത് നിങ്ങൾ ഏത് സാലറി ബ്രാക്കറ്റിലുള്ള ആളാണെന്നുണ്ടെങ്കിലും, എത്ര നമ്പർ ഓഫ് ഇൻകം സോഴ്സസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിലും യു ഷുഡ് ഇൻവെസ്റ്റ്. നിങ്ങൾക്ക് ലോങ് ടേം ഫിനാൻഷ്യൽ ഗോൾസ്, നിങ്ങൾക്ക് ഫിനാൻഷ്യലി അടിപൊളിയായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് എൻ ഓപ്ഷൻ, ഇറ്റ്സ് എ നെസസിറ്റി. സോ ഇതൊക്കെയാണ് ബേസിക് ആളെ സംബന്ധിച്ചിടത്തോളം കോമൺലി ഉള്ള കുറച്ച് സംശയങ്ങൾ. സോ അത് നമ്മൾ ക്ലിയർ ഔട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ്, ഹൗ ടു ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ഇൻവെസ്റ്റിംഗ്. ഇൻവെസ്റ്റിംഗിൽ തന്നെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്, വേറെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസ് ഉണ്ട്, ഗോൾഡ്, ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ ദ ഈസിയസ്റ്റ് മെത്തേഡ്, നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ബെസ്റ്റ് ഈസി മെത്തേഡ് എന്നുള്ളത് ദാറ്റ് ഇസ് സ്റ്റോക്ക് മാർക്കറ്റ് ഓർ ഷെയർ മാർക്കറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. ദ റീസൺ ഇസ്, നിങ്ങൾക്ക് ചെറിയ എമൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യാം, നിങ്ങൾക്ക് ലോങ് ടേമിലേക്ക് നല്ലൊരു വെൽത്ത് ബിൽഡ് ചെയ്യാനായിട്ട് ഉറപ്പായിട്ടും പറ്റുന്ന ഒരു ഏരിയ ആണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളത്. സോ ദാറ്റ് ഇസ് ദ മേജർ 2 റീസൺസ്. നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഓഫ് കോഴ്സ് ആസ് ബിഗിനേഴ്സ് ഏറ്റവും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതിലേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുക എന്നുള്ളതാണല്ലോ. സോ സ്റ്റോക്ക് മാർക്കറ്റിംഗ് ഇൻവെസ്റ്റിംഗ് ആണ് ആക്ച്വലി നിങ്ങളുടെ ഒരു കപ്പ് ഓഫ് ടീ എന്ന് പറയുന്നത്. എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ പാർട്ട് ആവുന്നത്? പബ്ലിക് ലിസ്റ്റഡ് കമ്പനീസ്, അല്ലെങ്കിൽ ആളുകൾക്ക് ഇതേപോലെ സ്റ്റോക്ക് മാർക്കറ്റ് ത്രൂ കമ്പനീസിൻ്റെ ഷെയർസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ദാറ്റ് ഈസ് ആക്ച്വലി കമ്പനിയുടെ പാർട്ട് ആവാൻ വേണ്ടി പറ്റും, കമ്പനീൻ്റെ പ്രോഫിറ്റിൻ്റെ പാർട്ട് ആവാൻ വേണ്ടി പറ്റും. സേ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു ഷെയർ നമ്മൾ വാങ്ങിക്കുന്നു. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ പ്രോഫിറ്റ് മുകളിലേക്കാണ് ആ കമ്പനി അടിപൊളിയായിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സും ഗ്രോ ചെയ്യും. ദിസ് ദ ബേസ് ഐഡിയ. നിങ്ങൾ ആക്ച്വലി ഒരു കമ്പനിയുടെ ഷെയർ ആണ് അവിടെ വാങ്ങിക്കുന്നത്.
എന്നുള്ളത്. സോ ആ കമ്പനി പ്രോഫിറ്റിലേക്കാണ് പോകുന്നത്, ആ കമ്പനിയുടെ മാനേജ്മെന്റ് അടിപൊളിയാണ്, ആ കമ്പനി ഗ്രോത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓവറോൾ ഇൻവെസ്റ്റ്മെന്റും മുകളിലേക്ക് തന്നെ പോകും എന്നുള്ളതാണ്. ആൻഡ് ഇതിൻ്റെ ഒരു സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, സേ ഫോർ എക്സാമ്പിൾ ടാറ്റ മോട്ടോഴ്സ് എന്നുള്ളത് മോട്ടോർ ഇൻഡസ്ട്രിയാണ്, അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ വാഹനങ്ങളുടെ ഒരു ഇൻഡസ്ട്രിയാണ് എന്ന് നമുക്ക് പറയാം. വാട്ട് ഇഫ് ഈ ഒരു വെഹിക്കിൾസിന്റെ അല്ലെങ്കിൽ മോട്ടോർ ഇൻഡസ്ട്രി താഴേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് അത് ടാറ്റ മോട്ടോഴ്സിനെയും ബാധിക്കും അല്ലേ. അപ്പം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈവേഴ്സിഫൈഡ് ആവുക. നിങ്ങൾ കുറച്ച് ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുക, നിങ്ങൾ കുറച്ച് വെഹിക്കിൾ ഈ ഒരു മോട്ടോർ ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ രീതിയിൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടാണ് എന്നുള്ളത് എൻഷുർ ചെയ്യുക. ആൻഡ് ദ തേർഡ് തിങ്, നിങ്ങൾക്ക് എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് ബ്രോക്കേഴ്സ് ഉണ്ട്, ദാറ്റ് ഈസ് സെറോദ, അപ്സ്റ്റോക്സ്, ഗ്രോ. പിന്നെ ആളുകൾക്കുള്ള സംശയമാണ് ഇതിൽ ഏത് ചൂസ് ചെയ്യണമെന്നുള്ളത്. നിങ്ങൾക്ക് ആവശ്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ചൂസ് ചെയ്യാം. ആക്ച്വലി വേണമെങ്കിൽ മൾട്ടിപ്പിൾ ചൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത്, അതിൻ്റെ ആ ഒരു ഇൻ്റർഫേസ് ഒക്കെ നോക്കി ഇഷ്ടപ്പെടുന്നത് ഏതാണോ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതായത് കോമൺലി ട്രസ്റ്റബിൾ ആയിട്ടുള്ള നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ ചൂസ് ചെയ്യാം. ഞാൻ പേഴ്സണലി സെറോദയാണ് യൂസ് ചെയ്യുന്നത്. സോ ഇങ്ങനെ നിങ്ങളൊരു ബ്രോക്കർ യൂസ് ചെയ്യുക. ഇപ്പോൾ സെറോദയാണെന്നുണ്ടെങ്കിൽ ഈ ബ്രോക്കറിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. കൈറ്റ് എന്നുള്ളൊരു ആപ്ലിക്കേഷനിലായിരിക്കും ആക്ച്വലി സെറോദ ഉണ്ടായിരിക്കുക. സോ നിങ്ങൾ ആപ്പ് സ്റ്റോറിൽ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിങ്ങൾ സെറോദ എടുക്കുന്നു അല്ലെങ്കിൽ സെറോദ ഡൗൺലോഡ് ചെയ്യുന്നു. ദെൻ നിങ്ങളൊരു അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യുന്നു. ദെൻ അക്കൗണ്ട് സെറ്റപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് 2 അക്കൗണ്ട് ഉണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. ദാറ്റ് ഈസ് ഡിമാറ്റ് അക്കൗണ്ട് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് എന്നുള്ളത് നമ്മളുടെ നോർമൽ ഒരു ബാങ്ക് അക്കൗണ്ട് പോലെയാണ്. നമ്മളുടെ ഉള്ള പൈസ നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഈ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കാം. ഡിമാറ്റ് അക്കൗണ്ട് എന്നുള്ളത് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഈ കമ്പനി ഷെയർസ് ഒക്കെ ഉണ്ടല്ലോ, അതെടുത്ത് വെക്കുന്ന ഒരു അക്കൗണ്ടാണ്. സോ ഈ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് പൈസ കൊടുത്തുകൊണ്ട് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് കമ്പനി ഷെയർസ് വാങ്ങി വെക്കാമെന്നുള്ളതാണ്. സോ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം. ദെൻ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾ ഷെയർസ് വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഷെയർസ് എടുത്ത് വെക്കാം എന്നുള്ളതാണ്. ഇതാണ് അതിൻ്റെ ഒരു ബേസ് ഐഡിയ. അതേപോലെ നിങ്ങൾക്ക് കമ്പനീസിൻ്റെ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ 10 രൂപയാണ് ഒരു കമ്പനീൻ്റെ ഷെയർ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10,000 രൂപ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ 1000 ഷെയർസ് നിങ്ങൾക്ക് വാങ്ങിച്ചു വെക്കാം. ദെൻ ഇൻ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഒരു വർഷം കഴിയുന്ന സമയത്ത് ആ കമ്പനിക്ക് ഒരു 10% ഗ്രോത്ത് ആണുള്ളതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 10 രൂപ എന്നുള്ളത് 11 രൂപയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള 10,000 രൂപ അത് 11,000 രൂപയായിട്ട് മാറും. സോ ഒരു ആവറേജ് നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഓൺ ആൻ ആവറേജ് 12 to 15% ആയിരിക്കും. ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ ഇൻവെസ്റ്റിംഗിലേക്ക് കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഞാൻ ഇതിലൊരു പ്രോ ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരു റിസ്ക് എടുക്കണം, നിങ്ങൾക്ക് ഇങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്യേണ്ട, നിങ്ങൾക്ക് വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട, നിങ്ങൾക്ക് ജസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നാണെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടാണ് നിങ്ങളുടെ ഓപ്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ സെറോദയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഷെയർസ് അവിടെ ഉണ്ട്, നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും ആക്ച്വലി വാങ്ങിക്കാം എന്നുള്ളതാണ്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ബഞ്ച് ഓഫ് ഷെയർസാണ്. അതായത് ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ള, സേ ഫോർ എക്സാമ്പിൾ ഒരു നല്ല മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ സെലക്ട് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ മേ ബി ഒരു 200-300 ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ള പല ഇൻഡസ്ട്രിയിലുള്ള ഷെയർസ് ഉണ്ടായിരിക്കും. സോ നിങ്ങളൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ പൈസ പോവുക ഇത്രയും കമ്പനിയിലേക്ക് ഡൈവേഴ്സിഫൈഡ് ആയിട്ടാണ്. സോ നിങ്ങൾ ഓൾറെഡി പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്തു, ഈസിലി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, ബട്ട് റിസ്ക് കുറവാണ്, അതേപോലെ തന്നെ റിട്ടേൺസും കുറവാണ്. മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾക്ക് ഓൺ ആൻ ആവറേജ് നിങ്ങൾക്ക് റിട്ടേൺ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുക ഇയർലി ഒരു 10-12 to 15% ഒക്കെ ആയിരിക്കും. ബട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് ആക്ച്വലി റിസ്ക് കൂടുതലാണ്, അല്ലെങ്കിൽ കുറച്ച് റിസ്ക് കൂടുതലാണ്. ബട്ട് ലോങ് ടേമിലേക്ക് അഫ്കോഴ്സ് അത് പ്രോഫിറ്റിൽ തന്നെയായിരിക്കും മുമ്പോട്ട് പോകുന്നുണ്ടായിരിക്കുക എന്നുള്ളതാണ് ദാറ്റ് ഈസ് ഹിസ്റ്ററി പറയുന്ന കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ ഏത് കമ്പനി അല്ലെങ്കിൽ ഏത് ഷെയർസ് എടുത്ത് നോക്കിയാലും ഒരു 10-20 വർഷത്തേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് ആ ചാർട്ട് മുകളിലേക്ക് തന്നെയായിരിക്കും പോയിട്ടുണ്ടായിരിക്കുക. സോ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ചാപ്റ്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ദാറ്റ് ഈസ് ഇൻവെസ്റ്റിങ്ങിൽ നിങ്ങൾക്ക് എങ്ങനെ കിക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത് വളരെ ഈസി ആയിട്ട് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇഫ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് റിവേഴ്സ് അടിച്ച് ഒന്നുകൂടി കണ്ടു കഴിഞ്ഞാൽ അത് ക്ലിയർ ആവുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ദെൻ ആർ 4th ചാപ്റ്റർ. ഇതിൽ ഞാൻ ഒരു കീവേഡ് മാത്രമാണ് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ദാറ്റ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു പവർ എത്രത്തോളമാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട്. ദാറ്റ് ഈസ് SIP. മേ ബി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ദാറ്റ് ഈസ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. അതായത് ഇത് നമ്മൾ മ്യൂച്വൽ ഫണ്ടിലേക്കാട്ടോ അപ്ലൈ ചെയ്യാം. സേ ഫോർ എക്സാമ്പിൾ ടാറ്റ എത്തിക്കൽ ഫണ്ട് എന്നുള്ളൊരു മ്യൂച്വൽ ഫണ്ട് ഞാൻ തീരുമാനിക്കുകയാണ്. എൻ്റെ സാലറി ഇപ്പോൾ ഒരു 10,000 രൂപയാണ്. ഞാൻ എല്ലാ മാസവും 2,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. എനിക്ക് ടാറ്റ എത്തിക്കൽ ഫണ്ടിൽ ഒരു SIP സ്റ്റാർട്ട് ചെയ്യാം, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് മന്ത്ലി എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 2,000 രൂപ ഈ SIPയിലേക്ക് എല്ലാ മാസവും ക്രെഡിറ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നു.
ഓക്കെ, സോ അത് മന്ത്ലി ആക്കാം, വീക്ക്ലി ആക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രീക്വൻസി സെലക്ട് ചെയ്യാം. ദ പോയിന്റ് സിസ്റ്റമാറ്റിക്കലി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ദാറ്റ് ഇസ് SIP. ഞാനൊരു കാൽക്കുലേറ്റർ വെച്ചിട്ട് നിങ്ങൾ അടുത്തൊരു 30 ഇയേഴ്സിലേക്ക് ഇതേപോലെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ, ഒരു കോമ്പൗണ്ടിങ് എഫക്റ്റ് എത്രത്തോളമാണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 25,000 രൂപ സാലറി ഉണ്ട്. സോ നിങ്ങൾ 5,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. സോ എല്ലാ മാസവും നിങ്ങൾ SIP സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ മാസവും നിങ്ങൾ 5,000 രൂപ ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മ്യൂച്വൽ ഫണ്ട്സിലേക്കൊക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് മ്യൂച്വൽ ഫണ്ട് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഓൺ ആൻ ആവറേജ് 12 to 13-14% ഒക്കെയാണ്. സോ ഞാനിവിടെ 12 ആഡ് ചെയ്യുന്നു. നിങ്ങൾ അടുത്ത 10 വർഷത്തേക്കാണ് ഇത് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. സോ നിങ്ങൾ ഇവിടെ ടോട്ടലി നിങ്ങൾ ഇൻവെസ്റ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത് 6 ലക്ഷം രൂപയായിരിക്കും. അടുത്ത 10 വർഷത്തേക്ക് നിങ്ങൾ 5,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ടോട്ടൽ 6 ലക്ഷം രൂപയാണ്. ആൻഡ് നിങ്ങൾക്ക് ടോട്ടൽ റിട്ടേൺസ് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയായിരിക്കും. ദാറ്റ് ഇസ് അറൌണ്ട് ഡബിൾ ദ എമൗണ്ട്. നിങ്ങൾ 6 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു, നിങ്ങൾക്ക് ടോട്ടൽ 5 ലക്ഷം രൂപയുള്ള റിട്ടേൺസ് കിട്ടി. അങ്ങനെ മൊത്തം 11 ലക്ഷത്തിലധികമായിരിക്കും നിങ്ങളുടെ ഓവറോൾ ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ഹിയർ ഇസ് ദ ട്വിസ്റ്റ്. നിങ്ങൾ ഈ ഒരു 10 വർഷം എന്നുള്ളത് 20 വർഷമാക്കി എന്ന് വിചാരിക്കാം. ഇവിടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഇസ് 12 ലക്ഷം. നിങ്ങളുടെ റിട്ടേൺസ് എന്ന് പറയുന്നത് would be 37 lakhs and total amount would be 49 lakhs. That is നിങ്ങൾ 12 ലക്ഷമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, പക്ഷെ അത് 49 ലാഖിലേക്ക് മാറുന്നു. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ദാറ്റ് ഇസ് ദ പവർ ഓഫ് കോമ്പൗണ്ടിങ് എഫക്ട്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോയിൽ ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ ഉണ്ട് എന്ന് വിചാരിക്കുക. നിങ്ങളുടെ അടുത്ത വർഷത്തെ 10% റിട്ടേൺ എന്ന് പറയുന്നത് ഈ 10 ലക്ഷത്തിൻ്റെ 10%. ദാറ്റ് ഈസ് 1 ലക്ഷം രൂപ നിങ്ങൾക്ക് ഒറ്റ വർഷം കൊണ്ട് നിങ്ങൾക്ക് കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒറ്റ വർഷം കൊണ്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റി. ആൻഡ് ഇത് 1 കോടിയിലേക്കൊക്കെ എത്തിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒറ്റ വർഷം കൊണ്ട് 10% എന്ന് പറയുന്ന സമയത്ത് 10 ലക്ഷം ഇതിലേക്ക് ആഡായി. ഇൻവെസ്റ്റിംഗിൽ ഒരു മേജർ റൂളാണ് നിങ്ങൾ എത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എത്ര കാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. അവിടെയാണ് ആ ഒരു കോമ്പൗണ്ടിങ് എഫക്റ്റ് ഹാപ്പൻ ചെയ്യാം. ഹിയർ ഇസ് അനദർ മൈൻഡ് ബ്ലോയിങ് തിങ്. ഈ ഒരു 20 ഇയർ എന്നുള്ളത് ഞാൻ 30 ഇയർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഗസ് ചെയ്തേ എത്രയായിരിക്കും ഒരു എമൗണ്ട് എന്നുള്ളത്. ഞാൻ 30 ഇയറിലേക്ക് മാറ്റിയിട്ടുണ്ട്. 5,000 റുപ്പീസ് തന്നെയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 30 വർഷത്തേക്കാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 18 ലക്ഷമാണ്. പക്ഷേ ദ ഓവറോൾ കോർപ്പസ് വിൽ ബി 1.7 crore rupees. 1,70,00,000 രൂപ. ദാറ്റ് ഇസ് ദ പവർ ഓഫ് കോമ്പൗണ്ടിങ് ആൻഡ് ഇൻവെസ്റ്റിംഗ്. ഉറപ്പായിട്ടും ഇതും തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എത്രത്തോളം ഇമ്പോർട്ടൻസ് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യത്തിനുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ എത്രത്തോളം പവർ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യത്തിനുണ്ട് എന്നുള്ളത്. ആൻഡ് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു അവർ ഫൈനൽ ചാപ്റ്റർ, ദാറ്റ് ഈസ് നിങ്ങൾ നാളെ എന്ത് ചെയ്യണം, നിങ്ങൾ അടുത്തൊരു വീക്കിലേക്ക് എന്ത് ചെയ്യണം എന്നുള്ളത്. സോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങളൊരു ബ്രോക്കറുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ദാറ്റ് ഈസ് അപ്സ്റ്റോക്സ്, ഗ്രോ, സെറോദ, ഏത് ബ്രോക്കർ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ജസ്റ്റ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിൽ ഇനീഷ്യൽ കുറച്ച് പ്രോസസ്സ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ പേര്, ID പ്രൂഫ് വെരിഫിക്കേഷൻ, നോർമലി ഉള്ള പോലെ കുറച്ച് പ്രോസസ്സുകൾ ഉണ്ടായിരിക്കും. ദെൻ യു വിൽ ബി ഹാവിങ് എ ഡിമാറ്റ് അക്കൗണ്ട് ആൻഡ് എ ട്രേഡിംഗ് അക്കൗണ്ട്. അതിന് കുറച്ച് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. സോ ഒരാഴ്ചയോളം ടൈം എടുക്കാൻ മതി നിങ്ങളുടെ ഈ ഒരു അക്കൗണ്ട് സെറ്റപ്പ് ആയിട്ട് വരാനായിട്ട്. ദെൻ സെറോദയുടെ തന്നെ മ്യൂച്വൽ ഫണ്ടിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് കോയിൻ എന്നുള്ളത്. ഇഫ് നിങ്ങൾ സെറോദയാണ് ചൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോയിൻ എന്നുള്ള ആപ്ലിക്കേഷനും കൂടെ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്സ്റ്റോക്സ് ആണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ഡയറക്റ്റ്ലി നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അഗൈൻ സെറോദയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോയിൻ എന്നുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ദെൻ കോയിനിലേക്ക് പോയ ശേഷം നിങ്ങൾക്ക് അവിടെ ഇഷ്ടം പോലെ മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. നിങ്ങൾ ഓരോ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് ഒന്ന് റിസർച്ച് ചെയ്യുക. ലാസ്റ്റ് ഒരു 10 വർഷത്തേക്ക് അത് എത്ര റിട്ടേൺസ് കൊടുത്തിട്ടുണ്ട്, എത്ര പെർസെൻറ്റേജ് റിട്ടേൺസ് കൊടുത്തിട്ടുണ്ട്, ആവറേജ് ഒരു 12% റിട്ടേൺ കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ, അതിന് എത്രത്തോളം റിസ്ക് ഉണ്ട് ആ മ്യൂച്വൽ ഫണ്ടിന്. അപ്പം നിങ്ങൾക്ക് പ്രായം കുറവാണ്, നിങ്ങളൊരു 20, 21, 22, 23 ഓർ 20s ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ റിസ്ക് എടുക്കുന്നതൊരു പ്രശ്നമല്ല. സോ നിങ്ങൾ അതിൻ്റെ റിസ്ക് എത്രത്തോളമാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ എത്ര എമൗണ്ട് ഉണ്ടോ ആ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അഗെയിൻ ചില മ്യൂച്വൽ ഫണ്ട്സിന് ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു മിനിമം എമൗണ്ട് ഉണ്ട്. ദാറ്റ് ഇസ് 5,000 സംതിങ് എമൗണ്ട് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് ആ ഒരു എമൗണ്ടിലേക്ക് എത്തിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. സോ ദിസ് ഇസ് അവർ വീഡിയോ. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഗൈഡാണ്. ആൻഡ് ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇത് അടിപൊളിയായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. ഇൻവെസ്റ്റിംഗ് എന്നുള്ളത് ഒരു നെസസിറ്റിയാണ്. അത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. നിങ്ങൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്
2025 അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത്, നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക, ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. ഒരു പൈസ നിങ്ങൾ എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ കോണ്ടൻറ്റ് വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ കണ്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക, ഫിനാൻഷ്യലി അടിപൊളിയായിട്ടുള്ള ആളുകളായിട്ട് മാറുക. ആൻഡ് വൺ മോർ തിങ്, ഉറപ്പായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക. ബിക്കോസ് ഇനിയും കിഡ്ലൻ കോണ്ടൻറ്റ്സ്, കിഡ്ലൻ ഗ്രോത്ത് കോണ്ടൻറ്റ്സ് വരുന്നുണ്ടായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വിൽ സീ യു in the next video.